ആദർശിന്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന തിരികെ വന്നത് കണ്ട് നമ്മുടെ അനാമികയും ജാനകിയും ജലജയും ആകെപ്പാട് ഷോക്കായി നിൽക്കാണ്. അവളെ ഡിവോഴ്സ് ചെയ്യാണെന്നും പറഞ്ഞു പോയ നമ്മുടെ ആദർശാണെങ്കില് അവളെയും കൊണ്ട് വന്നല്ലോ. ഇത് കണ്ട് അന്താളിച്ച് നിൽക്കാണ് മൂന്ന് പേരും. ജലജ പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് മറിമായ എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെ ആ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങുന്നുണ്ട്. ജാനകിയും ജലജയും അനാമികയും ഒരുപാട് സന്തോഷമാണല്ലോ. ജലജ വരുമ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ട് വരും, നിങ്ങൾ വെറുതെ മനക്കോട്ട കെട്ടണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ സംഭവിച്ചില്ലേ എന്ന് ചോദിക്കാണ്. എന്ത് പറയാനാടാ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കായിരുന്നു. ആദർശ് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഇവിടെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഏടത്തിയാണെങ്കിലോ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ, എല്ലാം നഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അമ്മേ, അവളെ പഠിച്ച് കളിയാ. അവര് ഏത് വിധേന ഇവിടെ കടക്കും, അതൊക്കെ അവരും പക്ക പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദർശിനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കായിരിക്കും. ഓ, എന്തിനാണ് നീ ആദർശിനെ പറയുന്നത്? നീ ഉണ്ടല്ലോ, നിന്റെ ഭാര്യ ഇപ്പൊ നിനക്ക് കൈവശം നിന്ന് മയക്കി വെച്ചിരിക്കുകയാണല്ലോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ദേവിയാനി എന്ന് ജലജ പറയുമ്പോ അഭി പറയുന്നുണ്ട്, എന്റെ നിമിഷം നടന്ന അമ്മയ്ക്ക് മനസ്സിലാകാൻ പോന്നെ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജലജയുടെ മുറിയിലേക്ക് അനാമികയും ജാനകിയും കയറി വരുന്നുണ്ട്. എന്ത് പറ്റി രണ്ടുപേർക്കും? അമ്മായിമ്മയ്ക്ക് മരമൊക്കെ ഒരു വിഷമം പോലെ. എന്ത് പറയാനാ ജലജെ, ഇന്നും കൊണ്ട് അവളുടെ കേസ് തീരുന്ന ഓർത്തല്ലേ. എന്നിട്ടിപ്പൊ എന്താ സംഭവിച്ചേ? ആകെപ്പാടെ നമ്മളെ നാണം കിട്ടുന്ന പറഞ്ഞാ മതിയല്ലോ. ഭയങ്കര സന്തോഷം എന്നല്ലേ നമ്മള്. ഇപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാം നഷ്ടമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടനെ ഞാൻ ഒരുപാടങ്ങ് വിശ്വസിച്ചു. ആദർശേട്ടൻ അവളെ ഉപേക്ഷിക്കുന്ന കരുതിയത്, എന്നിട്ടോ ഈ അവസ്ഥയിലാകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് അനാമിക പറയുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ആദർശ് മാനസികമായി പീഡിപ്പിച്ചപ്പോഴാണല്ലോ അവൾ ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ നമുക്കും അവളെ മാനസികമായി അങ്ങ് പീഡിപ്പിക്കാം, അവളും ഇറങ്ങിപ്പോട്ടെ. ജാനകി പറയുന്നുണ്ട്, നിനക്കറിയാലോ ജലജെ, ഇവിടെ വന്ന സമയത്ത് അവളുടെ ഭർത്താവും അമ്മായിമ്മയും ഇവിടെയുള്ള എല്ലാവരും കൂടി അവളെ എന്തുമാത്രം മാനസികമായി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവള് പോയിട്ടുണ്ടോ? പിന്നെയല്ലേ ഇപ്പൊ പിന്നെ അവള് ഭർത്താവ് നല്ല സ്നേഹത്തിലായിരുന്നല്ലോ. അവള് പോയാൽ തിരിച്ചു വിളിക്കാൻ ആളുണ്ടെന്ന് അവക്കറിയാം, അതുകൊണ്ട് അവള് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ജാനകി പറയുന്നുണ്ട്. അനാമിക പറയാണ്, ജലജപ്പച്ചി പറഞ്ഞതും ഒരു വിധത്തിൽ ശരിയല്ലമ്മേ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എങ്ങനെ നമുക്ക് അവളെ ഇല്ലാതാക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി എന്തു ചെയ്യാനും എനിക്കൊരു മടിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനാമിക പോയിട്ട്, ആഹാ, പോകാനായിട്ട് റെഡിയാവുകയാണോ? അതെ, ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവാ. എന്താ അനാമിക? ഒന്നുമില്ല, ഞാൻ ഓർക്കുമായിരുന്നേ ചിലവരുടെയൊക്കെ അതിബുദ്ധി. എന്തതിബുദ്ധി? രാവിലെ എന്താ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? അപ്പോഴേക്കും ദേവിയാനി ഇത് മാറുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വഴക്കുണ്ടാക്കണമെന്ന് വന്നല്ല, കാര്യം പറഞ്ഞതാ. നിങ്ങളെ ഒരു ഗതി പരഗതിയില്ലാത്ത ആൾക്കാരായിരുന്നല്ലോ. ആഹാരത്തിന് പോലും ഒരു ഇതുമില്ലാതെ പിച്ചുതണ്ടി നടന്ന കുടുംബക്കാരല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ദേ അനാമിക, വെറുതെ രാവിലെ വഴക്കിന് വരണ്ട. ഞാനേ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തേ, അന്തസ്സായിട്ട് തന്നെ ജീവിച്ചത്, ആഹാരം കഴിച്ചതും നിന്നെ പോലെ അച്ഛനമ്മ ഉണ്ടാക്കിയ സ്വത്തല്ലേ ഇരുന്ന് കഴിക്കല്ലായിരുന്നു. ശരിക്കും അധ്വാനിച്ച് തന്നെയാ ജീവിച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതൊക്കെ നാട്ടുകാര് പറഞ്ഞേ ഞാൻ അറിഞ്ഞു. പെമ്മക്കളെ കെട്ടിക്കാൻ വഴിയില്ലഞ്ഞിട്ട് നിന്റെ അമ്മ കണ്ടുപിടിച്ച ഐഡിയ ആണല്ലോ. ആദ്യം ഒരുത്തി ആദർശനെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നു, അവളെ കൊണ്ടുവന്നിട്ട് അബിയെ കൊണ്ട് ഒളിച്ചൊളിപ്പിക്കുന്നു. ആ ഗ്യാപ്പ് കിട്ടിയപ്പോ നിന്നെ കൊണ്ട് മൂത്തയാളെ കെട്ടിക്കുന്നു. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു നിന്റെ അമ്മയുടെ. എല്ലാം നടന്നല്ലോ. സ്വത്ത് മുതലും ഇല്ലെങ്കിൽ എന്താ, കേറി വന്നിരിക്കുന്ന ഇപ്പൊ കോടീശ്വരന്റെ കുടുംബത്തിലേക്കല്ലേ. അതും എല്ലാരും ബ്ലാക്ക് മാജിക് ഒക്കെ കാണിച്ച് നീ വലയിലാക്കിയിരിക്കുന്നതാണെന്ന് എല്ലാവർക്കും പറയും എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ കടിച്ചു പിടിച്ച് നിൽക്കാണ്. ദേവയാനിക്കും അതുപോലെ തന്നെ അവൾക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അനാമികയോട് ഒന്നും പറയാതെ അവൾ മിണ്ടാതിരിക്കാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എന്റെ അച്ഛനൊക്കെ കോടിക്കണക്കിന് സ്വത്തുണ്ട്, അതിൽ നിന്നും ഒരു വീതം എനിക്ക് തന്നിട്ടാ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. നിനക്കൊക്കെ എന്തായാലും തന്നിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? കല്യാണം പോലും കഴിപ്പിച്ചു കിട്ടത് കള്ളത്തരം കാണിച്ചല്ലേ. പിന്നെയല്ലേ സ്വത്തും മുതലും. 1 രൂപ ഗതിയില്ലാഞ്ഞിട്ട് ഇപ്പൊ സ്വന്തം ഭർത്താവ് വീടെടുത്ത് കൊടുത്തിരിക്കുന്നല്ലേ നിന്റെ വീട്ടുകാർ താമസിക്കുന്നത്. മറ്റേ വീടും വിറ്റ് കളഞ്ഞല്ലോ. ഇനിയിപ്പോ വാടകയ്ക്ക് ഇറങ്ങേണ്ടി വരും നിന്റെ ഭർത്താവ് എങ്ങാണം ആ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ.
അതുകൊണ്ടാണല്ലോ നീ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നിന്റെ ഭർത്താവിനെ വീട്ടുകാരെല്ലാം അങ്ങോട്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോഴേക്ക് നയന ചോദിക്കാണ്, നിനക്ക് എന്താ അതില് കാര്യം? ഞാൻ എങ്ങനെ ജീവിക്കുന്നെന്ന് എന്റെ ഭർത്താവിനും എന്റെ വീട്ടുകാർക്കും അറിയാം. എനിക്കത് മതി. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമേ എനിക്കില്ല. നിന്നെ പോലെ ഇപ്പോഴും വെറും കൈയോടെ ഇരിക്കല്ല ഞാന്. ശരിക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നേ. ഈ സമയത്ത് വിഷുവിന്റെ സമയത്ത് മാത്രം എന്റെ കളക്ഷൻസ് റെക്കോർഡ് സെയിൽ നടത്തിയത്. എങ്ങനെ പോയാലും 4-5 കോടി രൂപയുടെ ലാഭം മാത്രം എന്റെ ഡിസൈൻ കൊണ്ട് മാത്രം ഉണ്ടായിട്ടുണ്ട്. നയന കളക്ഷൻസിന് അത്രയ്ക്ക് പേരും പെരുമയുണ്ട്. എന്തായാലും നിനക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നയന ഇറങ്ങിപ്പോവാണ്. അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, ഇന്നത്തെ ഇത് മതി. ഇവള് പോയിട്ട് ഇതൊക്കെ ആലോചിച്ചാലേ ഡിസൈൻസ് ഒക്കെ ഒന്ന് കുളവാകും. അത്രയും മതി. ഓരോ സമയം കാണുമ്പോഴും ഇങ്ങനെ ഓരോ ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ തന്നെ ഇവളെ മാനസികമായി അങ്ങ് തളർന്നോളും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കാണുന്ന ദേവ്യാനിക്ക് ആകെപ്പാടെ വിഷമോ സങ്കടമൊക്കെ ആവാണ്. അവളെ ഹാളിലേക്ക് വരുമ്പോഴേക്കും ദേവ്യാനി അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ദേവ്യാനി നായനോട് ചോദിക്കുന്നുണ്ട്, മോക്ക് വിഷമമായോ? എന്തിനാമ്മേ? ഞാൻ കേട്ടു അനാമിക അവിടുന്ന് ഓർന്നൊക്കെ മോളെ കുത്തി പറഞ്ഞത്. മോക്ക് വിഷമമായോ? എനിക്ക് എന്തിനാമ്മേ വിഷമാവുന്നത്? എനിക്ക് പണമില്ല, സ്വത്തിലൊന്നും പറഞ്ഞിട്ടല്ലേ അവള് പറഞ്ഞത്. അവക്കില്ലാത്തതിലും അപ്പുറം സ്വത്ത് എനിക്കുണ്ട്. എന്റെ ഭർത്താവിന്റെയും എന്റെ അമ്മായിമ്മയുടെ സ്നേഹം, എന്റെ അമ്മയുടെ അച്ഛനെയും എന്റെ ചേച്ചി അനിയത്തിലൊക്കെ വാത്സല്യം, അതുപോലെ ഇവിടുത്തെ മുത്തശ്ശനൊക്കെ സ്നേഹം. ഇതാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു കഴിവുണ്ട്, ഡിസൈനിങ്. ആ കഴിവിലൂടെ ഞാൻ എല്ലാം നേടിയെടുക്കാമേ. എനിക്കതുകൊണ്ട് ഒരു വിഷമവും ഇല്ല എന്ന് പറയുന്നുണ്ട്. സാരയില്ല മോളെ, മോൾ ഒട്ടും വിഷമിക്കണ്ട. അതിനുള്ള പരിഹാരമൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. എന്ത് പരിഹാരം? അതൊക്കെയുണ്ട്. മോള് ധൈര്യമായിട്ട് കഴിച്ചിട്ട് പോയിട്ട് വാ. മോളുടെ മാനസികമായി തകർക്കാണ്ടിട്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയണേ. അതൊന്നും മോള് വക വെക്കണ്ട കേട്ടോ. ഇല്ലമ്മേ, അതൊരു കൊച്ചുകുട്ടിയല്ലേ. അവളുടെ അമ്മയും അച്ഛനും പറയുന്നതനുസരിച്ച് കളിക്കുന്നൊരു പാവയാള്. അതൊക്കെ എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും വില വെക്കാറില്ല. അമ്മയൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഞാനേ നന്നായി പോയി ഡിസൈൻ ചെയ്യും. എന്റെ ഭർത്താവിനുള്ള പിണക്കം മാറിയല്ലോ. എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്റെ പൊന്നാര അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നായന ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഇറങ്ങി വന്നിട്ട്, വല്യമ്മേ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടും പറഞ്ഞുണ്ട്, ദോശയും സാമ്പാറും. ഷോ, എന്നും ഈ ദോശ സാമ്പാർ മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് പൂരി മസാല വേണം എന്ന് പറയുമ്പോഴേക്കും ദേവന് പറയുന്നുണ്ട്, അതെ പിന്നെ മോൾ അങ്ങ് കയറി ഉണ്ടാക്കിയാൽ മതി. വല്യമ്മ മടുത്തു. ഞാൻ ഉണ്ടാക്കാനോ? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ജാനയ്ക്കറിയാം ഉണ്ടാക്കാൻ. പിന്നെ മോൾക്ക് അറിയില്ലെങ്കിലേ യൂട്യൂബ് തുറന്നാല് ഇഷ്ടം പോലെ വീഡിയോ കിട്ടും. മോൾ അത് നോക്കിയിട്ട് പാചകമൊക്കെ പഠിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് അവക്കിട്ട് ആക്കിയിട്ട് ദേവ്യാനി പോകുന്നുണ്ട്. അവക്കാണെങ്കിലോ ദേഷ്യം നിൽക്കാണ്. അപ്പോഴേക്കും ജാനകി വരുന്നുണ്ട്. എന്താ മോളെ, എന്തു പറ്റി മുഖത്തിന് വാട്ടം? അമ്മേ, ഞാൻ വല്യമ്മയോട് പറയായിരുന്നു എനിക്ക് പൂരി മസാല ഉണ്ടാക്കി തരാന്. ഉടനെ പറയാ. നിന്റെ അമ്മായിമ്മയോട് പറയാൻ പറഞ്ഞിട്ട് ഒറ്റ പോക്കും പോയി. അങ്ങനെ എടുത്ത് പറഞ്ഞോ? അതെ അമ്മേ, എനിക്ക് ആകെപ്പാടെ വിഷമായി. സാരയില്ല, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഈ അമ്മ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി ജാനകി അവക്കതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരും കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് ദേവേൽ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്താ അമ്മേ കാര്യമെന്ന് ആദ്യം ചോദിക്കാണ്. എല്ലാരും എത്തിയല്ലോ ചോദിക്കുമ്പം എല്ലാരും എത്തി എന്നുള്ള കാര്യം അനി പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ ദേവ്യാനി, എന്താ പ്രശ്നം, എന്താ നിനക്ക് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? എന്റെ പേരില് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേയേറെ സ്വത്തുക്കൾ വന്നിട്ടുണ്ട്. അത് ചേട്ടനറിയാലോ. അതൊക്കെ എനിക്കറിയാം. നീ എന്തിനാ ഇപ്പൊ പറയണേ? അതൊന്നും എനിക്ക് യാതൊരു ആവശ്യമില്ല. അതെല്ലാം നിനക്കുള്ളതാ. എനിക്കിവിടെ ആവശ്യമുള്ളത് എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും അധ്വാനിക്കുന്നുണ്ട്. ദേവേനി പറയാണ്, അതൊക്കെ എനിക്കറിയാം. അത് ജേട്ടന് അതൊന്നും ആവശ്യമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്കാണ് തരാൻ പോന്നേ? എനിക്കതൊന്നും വേണ്ടാമേ. ഞാനേ മൂർത്തി MD ആണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്വത്തുക്കള് എന്റെ പേരിലുണ്ടല്ലോ. എനിക്ക് എന്നെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. ജലജ അബിയോട് പറയാണ്, ഇതിപ്പോ ഇവർ ആർക്കാടാ കൊടുക്കാൻ പോന്നേ? ഇനി ആ കറല് കൊടുത്ത പെൺകുട്ടിക്ക് എങ്ങാണോ ആയിരിക്കുമോ എന്നിവർ ആലോചിക്കാണ്. അമ്മേ, അതിനും ചാൻസ് ഉണ്ട് എന്ന് അബി പറയുന്നുണ്ട്.
അപ്പോഴേക്കും ദേവേനി പറയാണ് അത് വേറെ ആർക്കുമല്ല എന്റെ മരുമകൾ നയനയ്ക്കാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നയന സഹിതം അനാമിക, ജാനകി, ജലജ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ജലജ ചോദിക്കാണ്, ഏടത്തി എന്തായി പറയുന്നേ? നയനയ്ക്കോ? നയനെ ഏട്ടത്തിക്ക് കണ്ണെടുത്താ കണ്ടൂടല്ലോ, പിന്നെ ഇപ്പൊ ഇതെന്ത് പറ്റി? സ്വത്തുക്കൾ കൊടുക്കാനോ? എത്ര കോടി രൂപയുടെ സ്വത്താ ഏടത്തിക്കുള്ളത്? അത് മുഴുവനും കൊടുക്കാൻ പോവാണോ? അതെ, എന്റെ പേരുള്ള കംപ്ലീറ്റ് സ്വത്തുക്കളും ഞാൻ നയനയ്ക്ക് കൊടുക്കാൻ പോവാണ്. അല്ല, വല്യമ്മയ്ക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടല്ലോ, പിന്നെന്താ ഇപ്പൊ എങ്ങനൊരു തീരുമാനം എന്ന് അനാമിക ചോദിക്കുമ്പോ ദേവേനി പറഞ്ഞുണ്ട്, എനിക്ക് കണ്ടൂടെ നിൽക്കുന്ന സത്യം തന്നെയാണ്. പക്ഷേങ്കില് ഞാനേ പെട്ടെന്ന് ഞാൻ ഒരു സന്യാസിലേക്ക് കടന്നാലോ തീരുമാനിക്കാം. സന്യാസിലേക്കോ? വല്യമ്മ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനല്ല, ഞാനൊരു ആശ്രമത്തിനൊരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ പോയിട്ടെ ഒരു മാസം ധ്യാനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെങ്കിൽ ധ്യാനം ചെയ്യണമെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ബാധ്യതയോ സ്വത്തുക്കളോ ഒന്നും കാണാൻ പാടില്ലെന്നാണ് അവിടുത്തെ നിയമം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചേ. അനാമിക ചോദിക്കുന്നുണ്ട്, വെല്ലുമ്മയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള മരുമകള് ഞാനല്ലേ? അപ്പൊ അതൊക്കെ എന്റെ പേരിൽ എഴുതിയാ പോരായിരുന്നോ? വെല്ലുമ്മ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ തരില്ലായിരുന്നോ? തിരിച്ചു വരുമ്പം മേടിക്കാനായിട്ടല്ല ഞാൻ സ്വത്തുക്കൾ കൊടുക്കുന്നത്, സ്വന്തമായിട്ട് തന്നെ കൊടുത്താ. അപ്പോഴേക്കും അനാമിക ചോദിക്കാണ്, വെല്ലുമ്മ എന്ത് ബുദ്ധിമോശം കാണിച്ചത്? അതെനിക്ക് തന്ന പോരായിരുന്നോ? ഇങ്ങനെ മണ്ടത്തരം കാണിക്കണമായിരുന്നോ? അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അത് മോളെ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആകെപ്പാടുള്ളത് ഒരു മോനാണ്. അവൻ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പിന്നുള്ളത് അവന്റെ ഭാര്യ. എന്തൊക്കെ ഞാൻ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ എന്റെ മരുമകളല്ലാതാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. എന്റെ വീട്ടിൽ ഞാൻ ചോദിച്ചപ്പോഴും അവരുടെ അഭിപ്രായവും എന്റെ മരുമകൾക്ക് കൊടുക്കാൻ തന്നെയായിരുന്നു. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ എനിക്കില്ലല്ലോ. അതുകൊണ്ടാ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജലജയും ജാനകിയും അഭിയും അനാമികയൊന്നും ഇവളെ സ്നേഹിക്കുന്നവരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അവരുടെ മറച്ചു വെക്കുന്നത്. നമ്മുടെ ആദർശനും മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട് അവളുടെ സ്വത്തുക്കൾ മുഴുവനും നയനയുടെ പേർക്ക് എഴുതി കൊടുത്താണെന്നുള്ള കാര്യം. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ദേവ്യാനി, ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടച്ചാ, അതിന്റെ ആവശ്യമുണ്ട്. നയനയുടെ പേരിൽ ഒരു സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ. അതിന്റെ പേരിൽ നയന ഒരുപാട് പഴി കേൾക്കുന്നുണ്ട്. പിന്നെ നയനയൊക്കെ നമ്മുടെ കമ്പനി മൂലം ഒരുപാട് പ്രശസ്തി നേടിയിട്ടുണ്ട്. നയന കാരണം ഇത്തവണ റെക്കോർഡ് സെയിലായിരുന്നല്ലോ. പക്ഷെ അതിന്റെ പ്രതിഫലമൊന്നും നയനെ മേടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു മര്യാദയാണല്ലോ തിരിച്ചു നിന്ന് ചെയ്യാന്നുള്ളത്. അവളോട് ആർക്കും സൗജന്യമായിട്ടൊന്നും ചെയ്തൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് എന്റെ പേർക്കുള്ള സ്വത്ത് ആർക്ക് കൊടുക്കണം തീരുമാനിച്ചപ്പോഴേ ഞാൻ ആദ്യം ഇവളുടെ പേരിൽ അങ്ങ് ഓർത്തത്. എന്തായാലും ആ സ്വത്തുക്കൾ ഞാൻ ഇവക്ക് കൊടുക്കാൻ പോവാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട്. നയനെ പറയുന്നുണ്ട്, അമ്മേ എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോഴേക്കും വേണ്ടെങ്കിലും നീ സ്വീകരിച്ചേ പറ്റുള്ളൂ. കാരണം നിന്റെ അവതാരം ഇവിടെ ആർക്കും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ദേവിയന് സ്വത്തുക്കൾ അവക്ക് നൽകുന്നുണ്ട്. ഇത് കണ്ട ആകെപ്പാടെ തലകറങ്ങി നിൽക്കുകയാണ് നമ്മുടെ അനാമിക. ആ സ്വത്തുക്കൾ കിട്ടിയാലേ അനാമികയുടെ ജീവിതം രക്ഷപ്പെട്ടാനല്ലോ. പിന്നെ അവക്ക് ഇവിടെ കടിച്ചുകൊണ്ട് കാര്യമില്ലായിരുന്നു. അങ്ങനത്തെ കണ്ടപ്പോഴേക്കും ആകെപ്പാടെ റിലേ പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവരും. ബാക്കിയുള്ള സന്തോഷമാണെന്നുണ്ടെങ്കിലും ഈ മൂവർ സംഘത്തിന് മാത്രം അത് വല്ലാത്തൊരു അടിയായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് പോയതിനു ശേഷം നയന ആദർശനോട് പറയുന്നുണ്ട്, രാവിലെ അനാമിക പറഞ്ഞ കാര്യങ്ങളും അതെല്ലാം അമ്മ കേട്ടതും അങ്ങനെ തന്റെ പേരിൽ സ്വത്തില്ലെന്ന് പറഞ്ഞുള്ള പേരിൽ അനാമികയുടെ കളിയാക്കെല്ലാം കേട്ടതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവേനെ കയറുന്നിട്ട് പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് തന്നെ ചെയ്തത്. അവക്കെ അത്രയ്ക്ക് അഹങ്കാരം പാടില്ല. എന്റെ മോളെ അവൾ എന്തൊക്കെ ഇരുന്ന് പറഞ്ഞത്. ഇനി അവള് കുത്തുവാക്ക് പറയണേ, എന്താ മോളുടെ കയ്യിൽ കുറവുള്ളത്? ഒന്നുമില്ല, മോൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അവളെ വെച്ച് കമ്പയർ ചെയ്താലേ എന്റെ മോള് ഏറ്റവും ഉന്നത സ്ഥാനത്ത് തന്നെയാ. അതുകൊണ്ട് തന്നെ മോൾ ഒരു കാരണവശാലും ഒന്നിനു വേണ്ടിയും ആറ് മുമ്പിൽ തല താഴ്ത്തോ വിഷമിക്കുകയോ ചെയ്യരുത്. അതാണ് ഈ അമ്മയുടെ ആഗ്രഹം എന്നും പറഞ്ഞിട്ട് ദേവയാനി പോകുന്നുണ്ട്.